നമസ്കാരം, വെൽക്കം ടു കേരള ക്രിക്കറ്റ് കഫേ. അപ്പോൾ അങ്ങനെ RCB ഈ ഒരു സീസണിലെ മൂന്നാമത്തെ പരാജയം ഏറ്റുവാങ്ങിയിരിക്കുകയാണ് GTക്കെതിരെ. നമ്മൾ ഇന്നലെ പ്രിവ്യൂവിൽ പറഞ്ഞതുപോലെ ഞാൻ ആഗ്രഹിച്ചതുപോലെ GT വിജയിച്ചു. RCB പരാജയപ്പെട്ടു. എങ്കിലും നല്ലൊരു മത്സരമായിരുന്നു. ഒരു സ്കോറിംഗ് എന്റർടൈനർ എന്ന് വേണമെങ്കിൽ പറയാം. നല്ല നമ്മൾ ഒരുപാട് ബൈറൺ ബ്രോ ഡിസ്കസ് ചെയ്ത ഒരുപാട് കാര്യങ്ങൾ, മാച്ചപ്സ് ഒക്കെ നടന്നിട്ടുണ്ടായിരുന്നു. അവരുടെ ടാക്ടിക്സ്, GTയുടെ ബോളിങ്ങിന്റെ ടാക്ടിക്സ്, അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ. സോ നമുക്ക് ഡീപ്പായിട്ട് ഈ മാച്ചിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യാം. വെൽക്കം അരുൺ ബ്രോ. താങ്ക് യു. എങ്ങനെ ഉണ്ടായിരുന്നു കളി? കളി ഒരു രീതിയിൽ ഫസ്റ്റ് ഹാഫ് ആസ് എൻ RCB ഫാൻ പെർസ്പെക്റ്റീവിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഭയങ്കര ഡിസപ്പോയിൻറ്റിങ് ആയിരുന്നു. പിന്നെ സെക്കൻഡ് ഹാഫ് ഈ പറഞ്ഞിട്ട് RCBയുടെ എല്ലാ കളിയും കഴിഞ്ഞ വർഷങ്ങളെ നോക്കിക്കഴിഞ്ഞാലും അറിയാം, ഒരു ത്രില്ലറാണ്, ഒരു സിനിമ കാണുന്ന ഫീലാണ്. ഇപ്പം പൊട്ടും, ഇപ്പം പൊട്ടത്തില്ല, ഇപ്പം പൊട്ടും, ഇപ്പം പൊട്ടത്തില്ല, അങ്ങനെയുള്ള രീതിയിൽ അവസാനം അങ്ങ് പൊട്ടി. എന്താ ഇത്, അത്യാവശ്യം തോറ്റത് കുഴപ്പമില്ല. എനിക്ക് തോറ്റത് നന്നായി എന്നുള്ളൊരു ഫീലാണ്. കാരണം ഇത് മാത്രമല്ല, ഇനി അങ്ങോട്ട് ഇത് ടപ്പേ നാളെ RR, അത് കഴിഞ്ഞിട്ട് പഞ്ചാബൊക്കെ പൊട്ടുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് സന്തോഷമാണ്. എന്തായാലും അടിപൊളിയായിരുന്നു മാച്ച്. അതിനകത്ത് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഗില്ലിന്റെ ഇന്നത്തെ ഇന്റന്റ് ആണ്. ഇന്നത്തെ മാച്ചിൽ ഏറ്റവും വലിയൊരു ഹൈലൈറ്റ് ആയിട്ട് എനിക്ക് തോന്നുന്നത്. ഒരു രക്ഷയില്ലായിരുന്നു. ഹേസൽവുഡിനെ അടിച്ചടി അന്യായമായിരുന്നു കേട്ടോ. ഗെല്ലിനെ ഞാൻ സ്ഥിരം വിമർശിക്കുന്ന ഒരാളാണ്. എന്റെ സ്ഥിരം വെട്ടമൃഗമാണ് T20. പക്ഷെ ഇന്നത്തെ ഇന്നിങ്സ് ഒരു രക്ഷയില്ലായിരുന്നു. ആ ഇന്നിങ്സിന്റെ ബലത്തിലാണ് ശരിക്കും അവർ ആ ചേസ് ഈസി ആക്കിയത്. പിന്നീട് ആ ഊരിപ്പോയത്. ജോസ് ബട്ട്ലറും കുറച്ച് നന്നായിട്ട് സിക്സസ് ഒക്കെ അടിച്ചൊക്കെ അടിപൊളിയായിരുന്നു. അവിടുന്നാണ് ആ ചേസ് ഈസി ആയത്. പിന്നെ നമ്മുടെ തെവാട്ടി ഫിനിഷ് ചെയ്തിട്ടില്ലാത്ത തെവാട്ടിന്ന് ഫിനിഷ് ചെയ്ത്. എന്തായാലും ഇതിനകത്തിൽ എടുത്ത് പറയേണ്ട കാര്യം നമ്മൾ ഓൾറെഡി റിവ്യൂവിൽ പറഞ്ഞിരുന്നതാണ്, ഇതൊരു ഹൈ സ്കോറിങ് ഗെയിം ആയിരിക്കത്തില്ല ഒന്നാമതായിട്ട്. രണ്ടാമത്തെ പോയിന്റ് നമ്മൾ എന്താ പറഞ്ഞത്, ബാംഗ്ലൂരിൽ GT അടിച്ചതുപോലെ ഇവിടെയും നമ്മൾ ബാംഗ്ലൂർ ജയിക്കും എന്നാണ് നമ്മൾ സാധ്യത കൽപ്പിച്ചെങ്കിൽ പോലും വിയർക്കും, അത്ര എളുപ്പമായിരിക്കത്തില്ല, ഇച്ചിരി കഠിനമായിരിക്കും. അവരുടെ ബോളേഴ്സിന് പറ്റിയ ഗ്രൗണ്ടാണ്, ആ ഗ്രൗണ്ടിലേക്ക് വേണ്ടി ആണ് അവരുടെ ബോളിംഗ് ലൈനപ്പിനെ തന്നെ അവർ സെലക്ട് ചെയ്തിരിക്കുന്നത്, നമ്മൾ നേരത്തെ പറഞ്ഞത്. അതേപോലെ തന്നെ ഓപ്പറേറ്റ് ചെയ്യാൻ പോകുന്ന ലൈൻ ആൻഡ് ലെങ്ത് നമ്മൾ പറഞ്ഞിരുന്നു, ഓപ്പറേറ്റ് ചെയ്യാൻ പോകുന്ന മാച്ചപ്സ് നമ്മൾ പറഞ്ഞിരുന്നു. അപ്പം അതിനകത്തിൽ ജേക്കബ് ബത്തലിൻ്റെ ഫസ്റ്റ് വിക്കറ്റ് തന്നെ ഒരു ഒരു കമ്മിറ്റ്മെൻ്റ് ഇല്ലാത്ത വെറും ഒരു ഷോട്ട് ആയിരുന്ന രീതിയിലാണ് എനിക്ക് ആ ഒരു വിക്കറ്റ് എനിക്ക് തോന്നിയത്. ഒരു ഷോട്ടിനോടൊരു കമ്മിറ്റ്മെൻറ്റ് കാണിച്ചില്ല. അതുകൊണ്ടാണ് ആ ബോള് ശരിക്കും അടിക്കേണ്ട ബോൾ തന്നെയാണ്. അത് വേറെ ഏതെങ്കിലും ഒരു ദിവസമായിരുന്നെങ്കിൽ ഡീപ്പ് ഇൻവിറ്റിക്കിൽ സിക്സ് പോകേണ്ട ബോളാണ്. അത് അടിച്ചില്ലയോ അടിച്ചില്ല എന്നുള്ള രീതിയിലാണ് ജേക്കബ് ബത്തൽ ഔട്ടായത്. അപ്പോഴും എടുത്തു പറയേണ്ട കാര്യം, രണ്ടാമത്തെ ഓവറിൽ കോഹ്ലി റബാഡെ കളിച്ച കളി, അതായത് നമ്മൾ ഈ നെറ്റ്സിലൊക്കെ പണ്ട് ക്രിക്കറ്റ് സെലക്ഷൻ പോകുമ്പം ഓരോ ബോൾ ഇങ്ങനെ ത്രോ ഡൗൺ ചെയ്തിട്ട് പറയും, കവർ ഡ്രൈവ് കളി, സ്ട്രൈറ്റ് ഡ്രൈവ് കളി, അല്ലെങ്കിൽ കവറിലോട്ട് കട്ടി, അങ്ങനെ കുറേ ഷോട്ട്സ് നമുക്ക് പറഞ്ഞു തരും അത് കളിച്ച് കാണിക്കാൻ. അത് ഒരു പിക്ചർ പെർഫെക്റ്റ് ആയിട്ട് കാണിച്ചു തരുന്ന രീതിയിലായിരുന്നു കോഹ്ലിയുടെ ആ രണ്ടാമത്തെ ഓവർ. വെരി 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 ബ്യൂട്ടിഫുൾ ടു വാച്ച്. അത് ഈ കഴിഞ്ഞിട്ട് സ്കോറിൽ വന്നപ്പോഴാണ് അടിച്ച ബൗണ്ടറി ഒക്കെ ഉണ്ടല്ലോ, ആ ഓ ഒരു ബൗണ്ടറി ശരിക്കും ആ ഫീൽഡറിനെ ബീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അഡ്ജസ്റ്റ്മെന്റ് ഒക്കെ ബ്യൂട്ടിഫുൾ ആയിരുന്നു. പുള്ളിയുടെ ലെജൻഡാണ്, അതായത് എക്സ്പീരിയൻസിന്റെ ഇതാണ് ആ ഒരു ഇത്. കറക്റ്റ് അതൊരു ആ മസ്കുലർ ആയിട്ടുള്ള ഒരു ഡീപ്പിലുള്ള ഷോട്ടല്ല. ഫീൽഡറിനെ ബീറ്റ് ചെയ്യാൻ വേണം. അതെ അതെ, ഡീപ്പിലുള്ള ഫീൽഡറിനെ ബീറ്റ് ചെയ്യാൻ വേണം, സർക്കിളിലുള്ള ഫീൽഡറിനെ കൊടുക്കാനുമുള്ള ആ ഒരു ഇടാൻ ഗ്യാപ്പ് പാടില്ല ഫൈൻഡ് എന്നുള്ളൊരു ചെയ്തൊക്കെ. അതിന്റെ ടൈമിങ്, ബോളിന്റെ സ്പീഡ് ഇമ്പോർട്ടന്റ് ആയിരുന്നു ആ ഫീൽഡറിനെ ബീറ്റ് ചെയ്യാൻ. അടിപൊളിയായിരുന്നു. അതുപോലെ ആ അടിച്ച 4 4 അടിപൊളിയായിരുന്നു. നീ അവിടുന്ന് ഞാൻ പറഞ്ഞ കരുതി അഞ്ചെണ്ണം ബാംഗ്ലൂർ അഞ്ചെണ്ണം അടിച്ചു കത്തിക്കയറുമെന്ന് കരുതി. ഓവറിൽ. അഞ്ചെണ്ണം സോറി. ലാസ്റ്റ് ബോളും 4 പോണ്ടായിരുന്നു, പക്ക സ്ട്രൈറ്റ് ഡ്രൈവ് ആയിരുന്നു. പക്ഷേ റബാഡയുടെ ഷൂയിൽ തട്ടി അതെ കിടന്നു, അതെ, ഇല്ലായിരുന്നെങ്കിൽ 6 ഷൂസ് ബോളിൽ 6 തട്ടിപ്പോയി. ഫോറും 4. പോയേനമായിരുന്നു. അപ്പം അതിനുശേഷവും നമ്മൾ പറഞ്ഞാണ് റബാഡ ഈസ് ഗോയിങ് ടു അറ്റാക്ക് വിത്ത് ഷോർട്ട് ബോൾ, വിത്ത് 10 മീറ്റർ ലെങ്ത് എങ്കിലും ആയിരിക്കും എന്നുള്ള രീതിയിൽ കറക്റ്റായിട്ട് 10 മീറ്റർ ലെങ്തിൽ അത് എറിഞ്ഞു. കോഹ്ലി പ്രതീക്ഷിച്ച് തന്നെയാണ് അത് നിന്നത്. കാരണം സെക്കൻഡ് ഓവറിൽ ഫസ്റ്റ് ബോൾ തന്നെ കോഹ്ലി ബാക്ക് ഫുട്ടിൽ നിന്നാണ് മിഡ് വിക്കറ്റിൻ്റെ മണ്ടക്കൂടെ 4 അടിച്ചത്, ബിക്കോസ് ഹി വാസ് ആൻറ്റിസിപ്പേറ്റിംഗ് ഷോർട്ട് ബോൾസ് ഫ്രം റബാഡ. പക്ഷേ ആ ഒരു പേസിൽ സ്റ്റെപ്പ് ഡൗൺ ആയി വന്നപ്പോഴത്തേക്കും ആൾ സ്റ്റക്കായിപ്പോയി. അങ്ങനെയാണ് കോഹ്ലി ആ വിക്കറ്റ് പോയത്. അതിനുശേഷം വന്ന ദേവദത്ത് പടിക്കലാണെങ്കിൽ റബാഡയുടെ ബോൾ കണ്ടതേ ഇല്ല. ഒരെണ്ണം ടോപ്പ് എഡ്ജ് ചെയ്ത് തേർഡ് മാനിൽ കൂടെ ഒരു 4 പോയി. പക്ഷെ ആ ബോള് ലിറ്ററലി ദേവദത്ത് പടിക്കൽ കണ്ടില്ല. ദേവദത്ത് പടിക്കലിന് എനിക്ക് ഇത്രയും നാളും കണ്ടിട്ടില്ല, പക്ഷേ ഷോർട്ട് ബോളിൽ കളി ഭയങ്കര വീക്ക്നെസ് ആയിട്ട് തോന്നി. ഇപ്പോൾ ഈ ഔട്ടായ പന്തും ദേവദത്ത് പടിക്കൽ ഒരു ഫേവറേറ്റ് ഷോട്ടാണ്, ഹിപ്പിൽ വരുന്ന ബോൾ ഫ്ലിക്ക് ചെയ്ത് ഫൈനലിലേക്കിൻ്റെ മണ്ടക്കൂടെ സിക്സ് ഓക്കെ. അടിക്കുക എന്നുള്ളത്.
അത് സിക്സ് നോക്കിയപ്പോഴാണ് ഔട്ടായതെങ്കിലും ആദ്യത്തെ 11 ബോളിൽ 11 റണ്ണുമായിട്ടാണ് നിന്നത്. ഇന്ന് ഒട്ടും ടച്ച് ആയിട്ടുള്ള ഒരു പ്ലെയർ ആയിട്ട് എനിക്ക് തോന്നിയില്ല. അതിനകത്ത് ഒരു 4 എഡ്ജ് ചെയ്ത് പോയത് കൊണ്ടുമാണ്. പിന്നെ ഒരു 6 അടിച്ചു, അടുത്ത ബോളിൽ അടുത്ത ഷോർട്ട് ബോളിൽ വീണു. നേരെ മറിച്ച് നോക്കിക്കഴിഞ്ഞാൽ ജിതേഷ് ശർമ്മ ഈ ത്രൂ ഔട്ട് ദ ടൂർണമെന്റിന്റെ റണ്ണിന്റെ ഡ്രൈനസ് ഈ പഠിക്കലിന്റെ കളിയിൽ കാര്യമാണോ പറയുന്നത്, പട്ടീദറിന്റെ കാര്യമാണോ പറയുന്നത്? പഠിതറിന്റെ കാര്യമാണ് ഞാൻ പറഞ്ഞത്. ആ, പട്ടീദർ പഠിക്കലെന്നാ പറഞ്ഞത്, അതുകൊണ്ടായിരിക്കും. ഓ, സോറി. ഇപ്പം ജിതേഷ് ശർമ്മ സെയിം ഈ ത്രൂ ഔട്ട് ദ ടൂർണമെന്റിലുള്ള റണ്ണിന്റെ ഡ്രൈനസ് ഈ കളിയും കാണിച്ചു എന്നുള്ളതേ ഉള്ളൂ. ഹോൾഡറിന്റെ ഒരു ലെങ്ത് ബോളിൽ കീപ്പർ ക്യാച്ച് കൊടുത്ത് പുള്ളി അധികം ആർക്കും ശല്യം ഉണ്ടാക്കാതെ കയറിപ്പോയി. തിരിച്ച് പുള്ളി പുറകിൽ വന്ന ടോപ്പ് ടീം ഓർഡർ ഡേവിഡ് കൊളാപ്സ് ആണെന്നുണ്ടെങ്കിലും ആവണമെന്ന് ആഗ്രഹിച്ചിരുന്ന ആളാണ്. അതെ, ഇപ്പൊ ഒറ്റയ്ക്ക് ഹീറോ ആവാൻ ഇപ്പൊ തോറ്റ കളിയില് ഒന്ന് രണ്ട് പ്രാവശ്യം ടോപ്പ് ഓർഡർ കൊളാപ്സ് ആയി, പക്ഷെ പുള്ളി ഒന്നും ചെയ്തില്ല. നല്ല പുള്ളി രീതിയിൽ ഉണ്ടായില്ല. എയറിലാണ് പുള്ളി. ഒരു പക്ഷെ കാര്യത്തിൽ പിന്നെ മാത്രം ആശ്വാസമുണ്ട്, ഈ സീസണിൽ പുള്ളി എടുത്ത ക്യാച്ചുകളൊക്കെ അസാധ്യ ക്യാച്ചുകളായിരുന്നു. അക്കാര്യത്തിൽ ഞാൻ മാത്രം ഒരു ആശ്വാസമുണ്ട്. ശരിക്കും ഞാൻ പറഞ്ഞാൽ ഈ കളിയുടെ ഇടയ്ക്ക് ഞാൻ ചിന്തിച്ചു, അടുത്തൊരു കളി ഞാൻ ഇങ്ങനെ ഒരു 11 ആലോചിച്ചു. ജിതേഷ് ശർമ്മയെ മാറ്റി നിർത്തിയിട്ട് വെങ്കടേഷ് അയ്യർ വരികയും അതേ കൂട്ട് തന്നെ ഫിലിപ്പ് സോൾട്ട് കീപ്പ് ചെയ്യുകയും ചെയ്താലോ എന്നുള്ള രീതിയിൽ. പക്ഷെ അപ്പോൾ രണ്ട് അത് ഇന്നത്തെ ചേഞ്ചസുകൾ. ബാറ്റിംഗ് കണ്ടപ്പോ അങ്ങ് മതിയായി കാണല്ലോ ആ, വെങ്കടേഷ് അയ്യറിന്റെ. വെങ്കടേഷ് അയ്യറും ഒരു ഇമ്പാക്ട് സബ്ബായിട്ട് വന്നിട്ട് ഒരു ഇമ്പാക്റ്റും ഇല്ലാത്ത ഒരു സബ്ബായി പോയി. പുള്ളിക്ക് ഏറ് കിട്ടി, പുള്ളിക്ക് ഇനിയും കൺകഷൻ ഇറക്കേണ്ടി വരുമോ എന്നുള്ള രീതിയിലെ അവസ്ഥ വരെ എത്തിയിട്ടാണ് പുള്ളി എന്തൊക്കെയോ കാണിച്ചു വെച്ചിട്ട് അവിടെ നിന്ന് തടിയൂരി പോയത്. ഇപ്പം റൊമാരിയോ ഷെപ്പേർഡാണെങ്കിലും ടിം ഡേവിഡ് ആണെങ്കിലും കൃണാൽ പാണ്ഡ്യ ആണെന്നുണ്ടെങ്കിലും കളി ഒരു 15-16 ഓവർ വരെ എടുത്തുകൊണ്ട് പോകാതെ അവരപ്പോഴും ഒരു അറ്റാക്കിംഗ് മൈൻഡ് സെറ്റിലേക്ക് പോയത്. ഓക്കെ, ആ ഇൻറ്റൻറ്റ് കൊള്ളാം, അതാണ് ബാംഗ്ലൂരിൻ്റെ ടെംപ്ലേറ്റ്. പക്ഷേ കണ്ടീഷൻസ് കൂടെ ഒന്ന് നോക്കി കളിക്കേണ്ടതായിരുന്നു. കുറച്ച് സെൻസിബിൾ ആവായിരുന്നു. സംടൈംസ് ഇത് അതെ ബാക്ക്ലാഷ് അതെ, ആവും. പ്രത്യേകിച്ചും അതെ അതെ, പ്രത്യേകിച്ചും റൊമാരി ഷെപ്പേർഡും അവസാനത്തെ ഒരു പാർട്ട്ണർഷിപ്പ് ഉണ്ടല്ലോ, റൊമാരി ഷെപ്പേർഡും ഈ ഇമ്പാക്ട് ദേവദത്ത് സബായിട്ട് പടിക്കലോ. ദേവദത്ത് പടിക്കൽ നിൽക്കുന്ന സമയത്ത്, ആ സമയത്ത് റാഷിദ് ഖാനെ 2 സിക്സ് അടിച്ച ഒരു സമയമുണ്ടല്ലോ ഒരു ഓവറിൽ. ഉം. അതിന്റെ തൊട്ടടുത്ത ഓവറിൽ, അടുത്ത ഇതിൽ, ആ ഓവറിന്റെ ലാസ്റ്റ് ബോളിലോ സെക്കൻഡ് ലാസ്റ്റ് ബോളിലോ എന്താണ് പടിക്കൽ ഔട്ടാണ്. പടിക്കൽ ഔട്ടാവുന്നത് അപ്പോൾ അതും അപ്പോൾ നമ്മൾ അവരടിച്ച തന്നെ. പറഞ്ഞൊരു മാച്ചപ്സ് തന്നെയാണ്. പഠിക്കൽ ഒരു 8 ഇന്നിങ്സിൽ നിന്ന് 4 തവണ റഷീദ് ഖാന് മുന്നിൽ വിക്കറ്റിൽ കുടുങ്ങിയിട്ടുണ്ട്. റഷീദ് ഖാൻ പടിക്കലിനെതിരെ എറിഞ്ഞിട്ടുള്ള 42 പന്തിൽ നിന്ന് T20യിൽ 36 മാത്രമേ കൺസിഡർ ചെയ്തിട്ടുള്ളൂ. അതിലും എന്തോ 46% ഡോട്ട് ബോളോ മറ്റോ ആണ്. അപ്പം അങ്ങനൊരു വലിയ വീക്ക്നെസ് ഉണ്ട് പടിക്കലിന് റഷീദ് ഖാൻ്റെ അടുത്ത്. റോങ് വൺസ് പിക്ക് ചെയ്യാനാണെന്നുണ്ടെങ്കിലും ആ വേരിയേഷൻസ് പിക്ക് ചെയ്യാനാണെങ്കിലും ചില ബാറ്റ്സ്മാർക്ക് ചില ബോളറിനെ പിക്ക് ചെയ്യാൻ പറ്റത്തില്ല. അതങ്ങനെയാണ്. അതിൽ വലിയൊരു മാച്ചപ്പ് ആയിരുന്നു അത്. പക്ഷെ അത് അതേ കൂട്ട് തന്നെ നടന്നു. പക്ഷെ എന്നാലും തന്നെ അവർ ഇച്ചിരി ഒന്ന് ശ്രദ്ധിച്ച് കളിച്ചിരുന്നുവെങ്കിൽ ഒരു പക്ഷേ 170-150 എത്തിയിരുന്നുവെങ്കിൽ ഒരു ഡിഫെൻഡബിൾ ടോട്ടലായിരുന്നു. 155 എന്ന് പറയുന്നത് അവിടെ ഒരിക്കലും ഡിഫെൻഡ് ചെയ്യാൻ പറ്റത്തില്ല. പറഞ്ഞിട്ട് 180 വരെ ആണെന്നുണ്ടെങ്കിലും GTയുടെ പോക്കറ്റിനകത്തിലിരിക്കുന്ന കളിയാണ്. അത് അവർ തന്നെ തന്നെ ചെയ്തേനെ. പക്ഷേ മറുപടി ബാറ്റിങ്ങിന് ഇറങ്ങിയ ഈ പറയുന്ന പോലെ ഗില്ലാണെങ്കിൽ തന്നെ ഓൺ ദ ഗുലെ ആദ്യത്തെ 6 ഓവർ തന്നെ കളി ജയിക്കണം. അതിനപ്പുറത്തേക്ക് വിട്ടു കൊടുത്തു കഴിഞ്ഞാൽ ഈ ബോളിംഗ് ലൈനപ്പിനെതിരെ എന്തെങ്കിലും ഒരു കൊളാപ്സ് പുള്ളി തന്നെ മുന്നിൽ കണ്ടിരുന്നു എന്നാണ് എനിക്ക് തോന്നുന്നത്. അതുകൊണ്ടാണ് ആ ഇൻറ്റൻറ്റ് പുള്ളിയുടെ കയ്യിൽ നിന്ന് ഇനിഷ്യലി വന്നത്. അതിനെക്കുറിച്ചുള്ള ഏറ്റവും രസകരമായ നമ്മൾ പറഞ്ഞ 11-ൽ മാനവ് സൂത്താർ ഇല്ല. ഇന്ന് പക്ഷേ പ്ലേയിങ് 11-ലുണ്ടായിരുന്നു. ബാറ്റിങ്ങും ഇല്ല, ബോളിങ്ങും ഇല്ല. അതിന് പകരം പ്രസിദ്ധ് കൃഷ്ണയോ അശോക് ശർമ്മയോ മറ്റോ ആയിരുന്നു എന്നുണ്ടെങ്കിൽ ഒരു 20 റണ്ണ് കുറച്ചേ ആ ഗ്രൗണ്ടിൽ ബാംഗ്ലൂർ അടിക്കത്തുള്ളായിരുന്നു. അതിനകമാർ എറിഞ്ഞ് തീർത്താനും. എനിക്ക് പ്രസിദ്ധ് കൃഷ്ണ അറിയാവുന്നവരൊന്ന് കമൻറ്റ് ചെയ്യുക. പുള്ളി ഇഞ്ചുറി ആയിട്ട് അങ്ങനെ പുറത്തിരിക്കുകയാണോ അല്ലോ വേറെ എന്തെങ്കിലും റീസൺ ആണോ എന്ന് എനിക്കും അറിയത്തില്ല. പക്ഷേ പുള്ളി ഈ 13-12 വിക്കറ്റ് എടുത്താണ് ഈ ടൂർണമെൻറ്റിൽ, എന്നിട്ടാണ് ഈ പുറത്തിരിക്കുന്നത് എന്നുള്ളതാണ് ഇതിനകത്തിലെ കാര്യം. ഈ ഹേസൽവുഡിന്റെയും ഭുവനേശ്വർ കുമാറിന്റെയും ബോളിംഗ് ഇപ്പൊ കഴിഞ്ഞ മാച്ചിൽ അവരത് നന്നായിട്ട് പെർഫോം ചെയ്തിട്ട് വരുന്നതുകൊണ്ടാണ്. അത് ശുഭ്മൻ ഗിൽ അതിനെ ഡീൽ ചെയ്ത രീതി നല്ല രീതിയിൽ ഫീറ്റ്, ഓരോ ബോളും ഓരോ രീതിയിൽ ചെയ്തെങ്കിൽ മൂവ് ചെയ്തിട്ടാണ്. ഒന്ന് സ്റ്റെപ്പ് ഔട്ട് ഇതിപ്പം ചെയ്യുമ്പോൾ തന്നെ ഒന്ന് ലെഗ് സൈഡിലേക്ക് സ്റ്റെപ്പ് ഔട്ട് ചെയ്യുന്നു, ഒന്ന് നേരെ തന്നെ സ്റ്റെപ്പ് ഔട്ട് ചെയ്യുന്നു. ആ ഒരു മൂവ്മെന്റ്, അവരുടെ സ്വിങ്ങിനെ അല്ലെങ്കിൽ ആ മൂവ്മെന്റിനെ ബീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ആണെന്ന് തോന്നുന്നു ആ ഒരു രീതിയിലുള്ളൊരു ടാക്ടിക്സ് ഗില്ല് കാണിച്ചത്. അവിടെ ആ പിച്ച് എന്ന് പറയുന്നത് ബേസിക്കലി സ്വിങ്ങിനെ അല്ല സ്വീമിനെ ഇച്ചിരി സപ്പോർട്ട് ചെയ്യുന്ന രീതിയിലാണ്. അത് ഫസ്റ്റ് 6 ഓവേഴ്സ് അത് ബോൾ ഹാർഡായിരിക്കുന്ന രീതിയിൽ. അപ്പം അതായത് ലൈക്ക് ഹേസൽവുഡ് ആ ഗില്ലിൻ്റെ ആ രീതിയിലുള്ളൊരു കളി കാരണം ഹി വാസ് ഫോഴ്സ് ടു ചേഞ്ച് ഹിസ് ലൈൻ ആൻഡ് ലെങ്ത്. ഇപ്പം സ്ഥിരം എറിയുന്ന ഹേസൽവുഡിൻ്റെ ഒരു ലൈൻ ആൻഡ് ലെങ്ത് അല്ല എറിഞ്ഞത്. ഇപ്പം ഗില്ലാണെങ്കിൽ തന്നെ അടിച്ച ഷോട്ടുകൾ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു ഷോർട്ട് ബോളിലല്ല പുള്ളി അടിച്ചിരിക്കുന്നത്. എല്ലാം ലെങ്ത് ബോൾ എറിഞ്ഞ് അവിടെ കൊണ്ട് അടുപ്പിച്ച്, അതായത് ബോളറിനെ മാനിപ്പുലേറ്റ് ചെയ്ത്
ഗില്ല് ഔട്ട് പെർഫോം ചെയ്ത രീതിയാണ് വന്നിരിക്കുന്നത്. അതേ കൂട്ട് തന്നെ ഹിസ്റ്ററിയിൽ ആദ്യമായിട്ട് സായി സുദർശൻ എന്നൊരു ബാറ്റ്സ്മാൻ ഇന്ന് ഭുവനേശ്വർ കുമാറിൻ്റെ മുന്നിൽ കീഴടങ്ങുന്നത് നമ്മൾ കണ്ടു. ഇതിനു മുമ്പ് സായി സുദർശൻ ഭുവനേശ്വർ കുമാറിന് വിക്കറ്റ് കൊടുത്തിട്ടില്ല. അതേപോലെ തന്നെ ഇപ്പോൾ ഗില്ലാണെങ്കിലും ബട്ട്ലർ ആണെങ്കിലും ബട്ട്ലറിനെ 8 തവണ നേരത്തെ ഓൾറെഡി ഭുവനേശ്വർ കുമാർ ഔട്ടാക്കിയിട്ടുണ്ടായിരുന്നു. നമ്മൾ ഈ കളി ഞാൻ പറഞ്ഞത് LBW ആണെന്നാണ്, പക്ഷേ ജസ്റ്റ് മിസ്സായി. പാഡിൽ കൊണ്ടുപോയില്ലോ എന്ന് എനിക്കറിയത്തില്ല, ബൗൾഡായിരുന്നു. നേരെ മറിച്ച് ഗില്ലിനെയും ഭുവനേശ്വർ കുമാർ എടുക്കും, പിക്ക് ചെയ്യും എന്ന് നമ്മൾ പറഞ്ഞു. അതേയും ഏകദേശം അതേപോലെ തന്നെ നടന്നിട്ടുണ്ട്. പിന്നെ നമ്മൾ പറയുന്നുണ്ട്, പണ്ടൊരു വീഡിയോ ഞാൻ പറഞ്ഞ ഷാറുഖ് ഖാൻ, അതായത് ഞാൻ എൻ്റെ ഒരു ഗേൾഫ്രണ്ടിനെ പോലും ഈ പറയുന്ന നെഹ്റ ഷാറുഖ് ഖാനെ ട്രസ്റ്റ് ചെയ്തിട്ടില്ല. ഇപ്പോഴും പുള്ളി ആ ടീമിലുണ്ട്. എന്തിനാണെന്ന് എനിക്കിപ്പോഴും അറിയത്തില്ല. സത്യം. അറിയാമെന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക. പുള്ളിയെ പോലെ ലക്കി ആയിട്ടുള്ള വേറെ ആരുമില്ല. ഒരു IPL ടീമിൽ ഇത്രയും കോമ്പറ്റീറ്റീവ് ആയിട്ടുള്ള ഒരു ലീഗിൽ ഒരു ടീമിൽ സ്ഥാനം, അതും ഈ ഒരു പെർഫോമൻസ്, ഒരു വിരലിലെണ്ണാവുന്ന പെർഫോമൻസ് പോലും പറയാനില്ലാത്ത ഒരാള് കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ അവസരം കിട്ടുകയെന്ന് പറഞ്ഞാൽ പുള്ളിയെ പോലെ ഭാഗ്യവാൻ വേറെ ആരുമില്ല. ഇല്ല ഇല്ല ഇല്ല. ഇപ്പം ഇത് അവിടെ നമ്മുടെ ബാംഗ്ലൂരിൻ്റെ ടീമിൽ റൊമാരിയോ ഷെപ്പേർഡും ടിം ഡേവിഡും എന്ത് ചെയ്തു അതുകൊണ്ടാണ് ഇവിടെ ഹോൾട്ടർ ചെയ്തത്. അനാവശ്യമായിട്ടുള്ളൊരു ഇൻറ്റൻറ്റ് കാണിക്കാൻ പോയി വിക്കറ്റ് വലിച്ചെറിയുക ഉണ്ടായത്. ഇപ്പോൾ തിവാട്ടി ആണെന്നുണ്ടെങ്കിലും തിവാട്ടി ഇന്ന് കളിക്കാൻ വലിയൊരു ഫാക്ടർ. ഓക്കെ, കളിച്ചു, നത്തിങ്, നോട്ട് ടേക്കിംഗ് ക്രെഡിറ്റ് അവേ ഫ്രം ഹിം. പക്ഷേ ഇറ്റ് വാസ് വെൽ വിത്തിൻ ഹിസ് റേഞ്ച്. ലൈക്ക് ആ തിവാട്ടി വന്ന സമയത്ത് 5 റൺ പെർ ഓവറോ 6 റൺ പെർ ഓവറോ കണ്ട് മതിയായിരുന്നു. ഓൾറെഡി ബട്ട്ലർ ഏകദേശം ചെയ്യേണ്ടതെല്ലാം ചെയ്ത് വെച്ചിട്ട് പോയി. ബട്ട്ലറിൻ്റെ ആ ക്യാച്ച് ഇനിഷ്യലി ജിതേഷ് ശർമ്മ ഒരെണ്ണം ഡ്രോപ്പ് ചെയ്യുകയും ചെയ്തു. അപ്പോൾ അതുകൂടെയൊക്കെ ഉണ്ടായിരുന്നുവെങ്കിൽ ഇച്ചിരൂടെ കളി ഇൻട്രസ്റ്റിംഗ് ആയാലും. എന്നിരുന്നാൽ തന്നെ ബാംഗ്ലൂരിന് ഈ ഒരു ടോട്ടൽ അവിടെ GTക്കെതിരെ ഡിഫെൻഡ് ചെയ്യാൻ പറ്റത്തില്ല. പിന്നെ അവസാനം ഈ റഷീദ് ഖാനും സുരേഷ് വന്ന് ശർമ്മയെ പിടിച്ചടിച്ചത് വലിയൊരു അടിയായിപ്പോയി. സുരേഷ് ശർമ്മ ബാംഗ്ലൂരിന്റെ ആ ഒരു ഓവേഴ്സിൽ ഓപ്പറേറ്റ് ചെയ്യുന്ന മെയിൻ ആയുധമാണ്. മെയിൻ സുരേഷ് ശർമ്മയെ ബോളറാണ്. പിടിച്ച് ബട്ട്ലർ അടിച്ചത് ആ, അതെ, അതും അടിച്ചത് ശുഭേഷ് ശർമ്മ അവിടെ ഒരു ഇന്നത്തെ നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ബട്ട്ലറിനും ഒരുപാട് ഗുഡ് ലെങ്തിലാണ് എറിഞ്ഞത്. അതായത് ഇന്ന് ഈ പറഞ്ഞിട്ട് ഒരു ഡിഫെൻഡിങ് മൈൻഡ് സെറ്റിൽ ബോൾ ചെയ്തിട്ട് കാര്യമില്ല എന്ന് വളരെ അതാണ് പടിതാർ എന്ന് പറഞ്ഞ ക്യാപ്റ്റനെ എനിക്ക് ഇഷ്ടപ്പെട്ടു. പുള്ളി ഈ പറഞ്ഞിട്ട് ഈ ബോളേഴ്സിനെ ഇനിയും ബാക്ക് എൻഡിലേക്ക് സേവ് ചെയ്യാതെ 3 ഓവർ വീതം 2 പേര് എറിഞ്ഞു. 4 ഓവർ കണ്ടിന്യൂസ്. അത് തൊട്ടുപുറകെ തന്നെ ഭുവനേശ്വർ കുമാറിനെ പിന്നെയും കൊണ്ടുവന്ന് എറിയിച്ചു. തൊട്ടുപുറകെ തന്നെ വെച്ചോണ്ടിരിക്കാതെ ഹേസൽവുഡിനെയും കൊണ്ട് എറിയിച്ചു. പക്ഷേ കൃണാൽ പാണ്ഡ്യ ഞാൻ കണ്ടില്ല, ഇന്ന് ബോൾ ചെയ്യുന്നത് കണ്ടില്ല. നമ്മൾ കഴിഞ്ഞ പ്രിവ്യൂവിൽ പറഞ്ഞു വിട്ട് അവിടെ ഒരു ഫിംഗർ സ്പിന്നർ വിക്കറ്റ് എടുത്തിരിക്കുന്ന കുറവാണ്. കൂടുതലും റിസ്പിന്നേഴ്സ് ആണ് അവിടെ വിക്കറ്റ് എടുക്കുന്നത്. ഇനി അതുകൊണ്ടാണോ എന്ന് എനിക്കറിയത്തില്ല. പിന്നെ സുയേഷ് ശർമ്മയുടെ ഗൂഗിളിൽ അവിടെ വിക്കറ്റ് കിട്ടും എന്നുള്ള രീതിയിലാണ്. ലൈക്ക് ഇന്ന് ഡിഫെൻസീവായിട്ട് ഇരുന്നിട്ട് ഒരു കാര്യമില്ല. അതുകൊണ്ടാണ് നോക്കി അടിച്ച് ഔട്ടാക്കുന്നെങ്കിൽ ഔട്ടാക്കാം എന്നുള്ള രീതിയിൽ അല്ല. ലെങ്ത് ചേഞ്ച് ചെയ്ത് പിച്ചിങ് അപ്പ് എന്നുള്ള രീതിയിൽ എറിഞ്ഞത്. അതൊരു ടാക്ടിക് ആയിരുന്നു. പക്ഷേ ഇന്ന് വർക്കൗട്ട് ആയില്ല. ഇന്ന് വർക്കൗട്ട് ആയിട്ടുള്ള ടോട്ടൽ അവർക്ക് ബട്ട്ലർ അത് ഇല്ലായിരുന്നു. ബ്യൂട്ടിഫുൾ ആയിട്ട് കളിച്ചത് ആ ഒരു അതെ പേസിൽ. അതെ. ഇപ്പം ഇപ്പൊ ഇതിൻ്റെ ബട്ട്ലറിന്റെ ഇടയ്ക്ക് തന്നെ ഫോം ഔട്ട്. ദിനേശ് കാർത്തിക്കിൻ്റെ അടുത്ത് ഒരു ഇൻ്റർവ്യൂവിൻ്റെ അടുത്ത് ചോദിച്ചപ്പോൾ പറയുന്നുണ്ട്, ദ ട്രാക്ക് വാസ് റിയലി ഗുഡ് ഫോർ ബാറ്റിംഗ്. അതായത് ഔട്ടായവരെല്ലാവരും ഡഗ്ഔട്ട് എന്ന് പറയുന്നത് ബാറ്റിങ്ങിന് പറ്റിയ ട്രാക്കാണ്. പക്ഷേ അവരുടെ ഷോട്ട്സ് എക്സിക്യൂട്ടായി എന്നാണ് പറഞ്ഞത്. അപ്പോൾ അപ്പോഴേ അറിയാം നല്ല ബാറ്റിംഗ് ട്രാക്കാണ്. അത് അവരും നല്ല രീതിയിൽ റിസോഴ്സ് യൂട്ടിലൈസ് ചെയ്യും. ഇതിനകത്തിൽ വളരെ വിവാദമായിട്ടുള്ളൊരു ക്യാച്ച് ഇതിൻ്റെ ഇടയ്ക്ക് നടന്നു. എന്നെ സംബന്ധിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ അത് ആബ്സല്യൂട്ട്ലി നോട്ട് ഔട്ടാണ്. അല്ല, എന്നെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ എനിക്ക് ഔട്ടായിട്ട് തോന്നിയത്. അതിനു മുമ്പ് ഞാൻ ഈ പറഞ്ഞ സുരേഷ് ശർമ്മയുടെ ഓവർ പറഞ്ഞത് ബട്ട്ലർ 7ാമത്തെ ഓവറിലാണ് 17 റൺസ് അടിക്കുന്നത്. അതായത് പവർ പ്ലേ കഴിഞ്ഞിട്ട് ഫസ്റ്റ് ഓവറിൽ അവിടുന്ന് ആ ബട്ട്ലർ അടിച്ച അടി അവിടുന്ന് അങ്ങോട്ട് കണ്ടിന്യൂ ചെയ്യാനായിട്ട് പറ്റി. അവിടെ ബാംഗ്ലൂരിന് ഒരു വലിയൊരു പ്രശ്നമായി അത്, ആ അടിച്ചൊരടി. അടുത്ത ആ ക്യാച്ചിന്റെ കാര്യത്തിലേക്ക് വരാം. സോറി, ഞാൻ ഇത് പറയാനായിട്ട് വന്നതുകൊണ്ട് ഇടയ്ക്ക് കയറിയെന്നുള്ളൂ, സോറി കേട്ടോ. ആ ക്യാച്ച് എനിക്ക് ക്യാച്ചായിട്ട് തന്നെ തോന്നുന്നത്. പുതിയ റൂൾസിന്റെ അടിസ്ഥാനത്തിലാണ് അത് ക്യാച്ച്. അതായത് പുള്ളിയെ ഫുൾ കൺട്രോളിൽ ഇരുന്നിട്ട് ഗ്രൗണ്ടിൽ ടച്ച് ചെയ്താലും കുഴപ്പമില്ല എന്നുള്ളതാണ് പുതിയ റൂൾ. ഈ ഇടയ്ക്ക് വേറെ ഏതോ ഒരു മാച്ചിൽ ഞാൻ ഇതേപോലെ തന്നെ ഗ്രൗണ്ടിൽ ടച്ച് ചെയ്ത ഒരു ക്യാച്ച് ഔട്ട് കൊടുക്കുന്ന കണ്ടിരുന്നു. ഇതിനകത്തിൽ ഫുൾ കൺട്രോൾ എന്നുള്ള രീതിയിൽ ഡിഫൈൻ ആയിരിക്കുന്നത് ബോളറിന് അല്ല, ആ ക്യാച്ച് എടുത്ത ആള് ഫുൾ കൺട്രോളിലായിരിക്കണം ബോളിൻ്റെ മണ്ടയ്ക്ക് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. പക്ഷേ ഈ ഒരു കണ്ടീഷനിൽ ബോളർ ഫുൾ കൺട്രോളല്ല. ഈവൻ പുള്ളിയുടെ ബോഡിയിൽ പോലും പുള്ളി ഫുൾ കൺട്രോളല്ല. പുള്ളി സ്ലൈഡിങ്ങിലാണ്. മനസ്സിലായോ? അല്ല, അതായത് ഫുൾ അങ്ങനെയല്ല. മീൻസ് ഇവിടെ കാരണം ഇവിടെ ഈ കേസിൽ അതല്ല. മീൻസ് അരുൺ ബ്രോ പറഞ്ഞു വരുന്നത് എനിക്ക് മനസ്സിലായി. ഈ കേസിൽ പക്ഷേ ഫുൾ ക്യാച്ച് ഫിനിഷ് ചെയ്യാന്നുള്ളതല്ല അവിടെ ഇമ്പോർട്ടന്റ്. ബോളിന്റെ ഇതിൽ ഫിംഗർ ഉണ്ടായാൽ മതി. മീൻസ് ബോളിന്റെ ഫുൾ കവർ ചെയ്ത് അണ്ടറിൽ ഫിംഗർ ഉണ്ടായാൽ മാത്രം മതി. ഇപ്പൊ ബ്രോ പക്ഷെ പറഞ്ഞു അത് വരുന്നത് അതായത് ക്യാച്ച് ഫിനിഷ് ചെയ്യുക എന്നുള്ളതാണ്. ഫുൾ കൺട്രോൾ എന്ന് പറഞ്ഞൊരു ക്യാച്ച് എടുത്ത് സെറ്റിൽ ആവുക എന്നുള്ളതാണ്. പക്ഷെ ഇവിടെ ഈ കേസിൽ അതല്ല വേണ്ടത്. പുതിയ നിയമം അനുസരിച്ച്
സെറ്റിൽ ആവുന്ന അല്ലെങ്കിൽ തന്നെ ബോളിന്റെ അണ്ടറിൽ ഇപ്പൊ നമ്മൾ ഒരു ക്യാച്ച് ഈയിടയ്ക്ക് ഞാൻ കറക്റ്റായിട്ട് ഓർക്കുന്നില്ല, ഒരു ക്യാച്ചിൽ അടിയിൽ ഒരു ഫിംഗറേ ഉള്ളൂ, പക്ഷെ ബോൾ ഗ്രൗണ്ടിൽ ടച്ച് ചെയ്യുന്നുണ്ട്, അത് ഔട്ട് കൊടുത്തു. അതായത് ഒരു ഫിംഗർ ഉണ്ടായാൽ മതി ബോൾ ഹോൾഡ് ചെയ്യാനായിട്ട്. അതാണ് കൺട്രോൾ എന്ന് ഉദ്ദേശിക്കുന്നത്, സെറ്റിൽ ആവുക എന്നുള്ളതല്ല. അപ്പൊ ആ ഒരു ഇതിനകത്തിൽ കേസിൽ വരുമ്പോൾ ഇത് ഔട്ടാണ് എനിക്കതിൽ അങ്ങനെ വരും. സപ്പോർട്ടിംഗ് ഡോക്യുമെന്റ് ആയിട്ട് തരാനുള്ളത് 2023 ആഷസിൽ സെയിം ഒരു രീതിയിൽ മിച്ചൽ സാർക്ക് ക്യാച്ച് എടുക്കുകയും സെയിം ആംഗിളിൽ തന്നെ ഉം. സ്ലൈഡായി പോവുകയും ചെയ്തു. അന്ന് തേർഡ് അമ്പയർ നോട്ട് ഔട്ടാണ് കൊടുത്തിരുന്നത്. അതേപോലെ അല്ല, തന്നെ ഇത് ഈ ഈ റീസെന്റ് ഈ ആയിട്ട് തവണ, വന്ന റൂളാണ്. അതായത് റീസെന്റ് എന്ന് വെച്ചാൽ എന്റെ അറിവിൽ രണ്ടായിരത്തി ഞാനത് ഇരുപത്തി ആറില് നോക്കിയിട്ടില്ല. ആ ഈ തവണത്തെ ബിഗ് ബാഷ് ലീഗിൽ, ഈ റീസെന്റ് നടന്ന ബിഗ് ബാഷ് ലീഗിലും മെൽബൺ സ്ട്രൈക്കേഴ്സും റെനഗേറ്റ്സും തമ്മിലുള്ള കളിയാണെന്ന് തോന്നുന്നു. കൃത്യമായിട്ട് ഞാൻ ഓർക്കുന്നില്ല. ഐ ക്യാൻ ചെക്ക് ഇഫ് യു വാണ്ട് 1 സെക്കൻഡ്. അതെ, മെൽബൺ റെനഗേറ്റ്സിന്റെ കളിയിൽ ഇതേ കൂട്ട് തന്നെ ഒരു ക്യാച്ച് സെയിം രീതിയിൽ തന്നെ നടന്നിട്ടുണ്ട്. അന്നും ഇതേ കൂട്ട് നോട്ട് ഔട്ടാണ് കൊടുത്തിരുന്നത്. അപ്പം ഞാൻ ഇതും അതിൻ്റെ ഉം. അടിസ്ഥാനത്തിലാണ് ഞാൻ ഇതും നോട്ട് ഔട്ട് ആയിരിക്കും എന്നുള്ളൊരു രീതിയിൽ കണ്ടത്. പക്ഷേ അത് ഔട്ട് ഉം. കൊടുത്തു. അതൊരു കോൺട്രവേഴ്ഷ്യൽ ഡിസിഷനായി പോയി ആ ടൈമിൽ. ആ കോൺട്രവേഴ്ഷ്യൽ ആണ് അത്. മീൻസ് ഈ റൂളിന് ഞാൻ പറഞ്ഞത്, ഈ സംഭവം കോൺട്രവേഴ്ഷ്യൽ ആണ്, ഈ റൂളിന്റെ അടിസ്ഥാനത്തിൽ ഇത് ഔട്ടാണ്. പക്ഷെ ഈ റൂള് കോൺട്രവേഴ്ഷ്യൽ ആണ്, അതിനകത്ത് എനിക്കും എതിരഭിപ്രായമുണ്ട് ഈ റൂളിന്റെ കാര്യത്തിൽ. അതിനോട് ഞാനും പൂർണ്ണമായിട്ട് യോജിക്കുന്നില്ല. പക്ഷെ ആസ് പെർ ദ റൂള് ഇപ്പൊ ഇന്ന് എടുത്ത ഹോൾഡറിന്റെ ക്യാച്ച് ഔട്ടാണെന്നുള്ളതാണ് ഞാൻ പറഞ്ഞത്. റൂളിനകത്ത് ഓക്കെ. എനിക്ക് വരുന്ന ഒരു എതിരഭിപ്രായം എന്താണെന്ന് വെച്ചാൽ, ഈ ഓൺ ദ ഗോയില് ഈ ഗ്രൗണ്ടിന്റെ സപ്പോർട്ട് ബോളിനെ ഹോൾഡ് ചെയ്യാനായിട്ട് ഫീൽഡർ മിസ്യൂസ് ചെയ്യുക എന്നുള്ളതാണ്. അതെ അതെ, അതാണ് ഇന്ന് നടന്നതും. അതെ. ഇന്ന് ഫിംഗർ പോലും അടിയിലില്ല, പുള്ളി ബോളിലാണ് കുത്തി നിൽക്കുന്നത്. അല്ല, പുള്ളിയുടെ ഫിംഗർ അടിയിലില്ലെങ്കിലും പുള്ളി ഇങ്ങനെ ബോള് മൊത്തമായിട്ട് ഹോൾഡ് ചെയ്തിട്ടുണ്ട്, അതാണ് അവരുടെ പോയിന്റ്. ഓക്കെ. ബോൾ താഴെ ടച്ച് ചെയ്യുന്നുണ്ട്, പക്ഷെ പുള്ളി കറക്റ്റായിട്ട് പ്രോപ്പറായിട്ട് ക്യാച്ച് ഹോൾഡ് ചെയ്തിട്ട് അങ്ങനെ വന്ന് ഗ്രൗണ്ടിൽ ഇടിക്കുകയാണ്. അപ്പോഴും ബോൾ മൂവ് ചെയ്യുന്നില്ല, ആ പൊസിഷൻ അങ്ങനെ ഹോൾഡ് ചെയ്ത് സ്ലൈഡ് ചെയ്ത് വീണ്ടും പുള്ളി ഇങ്ങനെ പൊക്കുന്നുണ്ട്. അപ്പോൾ ടോട്ടൽ കൺട്രോളിലാണെന്നുള്ളൊരു അമ്പയേഴ്സ് അതിന്റെ നിഗമനത്തിലെത്തുന്നത് അതുകൊണ്ടാണ്. പുള്ളി ഇതുണ്ട് എന്നുള്ളത്. പക്ഷെ എനിക്ക് ആ റൂളിനോട് എനിക്കും യോജിപ്പില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ ഗ്രൗണ്ടിന്റെ ആ ഒരു സപ്പോർട്ട് ഫീൽഡേഴ്സ് അത് യൂസ് ചെയ്യും. അത് അതെ അതെ. നമുക്കറിയാലോ, ജസ്റ്റ് ഗ്രൗണ്ടിൽ നിന്ന് എടുക്കുന്ന ക്യാച്ചിൽ ഗ്രൗണ്ടിൽ നമുക്ക് അറിയാൻ പറ്റത്തില്ല, ജസ്റ്റ് ഒരു മൈന്യൂട്ട് ആയിട്ടുള്ള ഒരു സപ്പോർട്ട് ഗ്രൗണ്ടിൽ നിന്ന് കിട്ടിക്കഴിഞ്ഞാൽ ഫീൽഡറിന് അത് ക്യാച്ച് പോലെ ഫീൽ ചെയ്യും. അപ്പൊ അത് ഫീൽഡറിന് ബെനിഫിറ്റ് ആയിട്ട് വരും എന്നുള്ളതാണ്. പക്ഷെ ആസ് പെർ റൂൾ ഇന്നത്തെ ക്യാച്ച് ഔട്ടാണെന്നുള്ളതാണ് എൻ്റെ ഉം. ഒരു പോയിന്റ്. ആ ഇന്ന് ക്യാച്ച് ജി ഒരു പക്ഷേ പറഞ്ഞോളൂ. അതെ, അപ്പം ഇന്നിപ്പം ജി ടിയുടെ ജയത്തോടു കൂടി ഏറെക്കുറെ കുറേ പേർക്ക് ഡോർ ഓപ്പൺ ആയിട്ട് തന്നെ കിടക്കുകയാണ്. അതെ അതെ. ഇന്നും കൂടെ GT തോറ്റിരുന്നെങ്കിൽ കുറച്ചും കൂടെ കാര്യങ്ങൾ ബുദ്ധിമുട്ടായേനെ. അതെ അതെ അതെ. നാളെ RR കൂടെ തോക്കുവാണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ ഓപ്പൺ ആവും. പഞ്ചാബും കൂടെ തോക്കുവാണെങ്കിൽ കുറച്ചും കൂടെ ഓപ്പൺ ആവും. അങ്ങനെ നാളെ ആറാറ്. ഓപ്പണേ വരട്ടെ. ഉം. ഓപ്പണേ വരട്ടെ. ചെന്നൈ സഞ്ജു സാംസണൊക്കെ ഉള്ളതുകൊണ്ട് ചെന്നൈയും കൂടെ കയറി വന്നാലേ ഒരു ഇതുള്ളൂ. ഇനി ആർക്കറിയാം, മുംബൈ ഇനി ചെന്നൈ അടിച്ച് പുറത്ത് കളയുമെന്ന് അടുത്ത മാച്ചിൽ. ഇനി അങ്ങോട്ട് ഫുൾ സ്പോയിലേഴ്സ് ഞാൻ ആയിരിക്കും. ഞാൻ പോവില്ല, നീയും പോകണ്ടെന്നുള്ള രീതിയിൽ ചെന്നൈ വലിച്ച് താഴെ ഇടുമെന്ന് ആർക്കറിയാം. ഇപ്പം ബാംഗ്ലൂർ ആണെങ്കിൽ തന്നെയും ഇതിനകത്ത് നിന്ന് അധികം ടെൻഷൻ അടിക്കേണ്ടതായിട്ടുള്ളൊരു കാര്യമൊന്നുമില്ല. വൺ ഇല്ല ഓ ഇല്ല. ഡേ. പക്ഷേ ഇതിനകത്തിൽ രസകരമായ ഒരു കാര്യം അതെ. എന്ന് വെച്ച് കഴിഞ്ഞാൽ, ബാംഗ്ലൂർ തോറ്റിട്ടുള്ള 3 കളികളും ബാറ്റിംഗ് ഫസ്റ്റാണ്. ആ 3 കളികളും ഉം. തോക്കാൻ കാര്യം ഇനഫ് ടോട്ടൽ ബോർഡിൽ പോസ്റ്റ് ചെയ്തിട്ടില്ല എന്നുള്ളത് കൊണ്ടും മാത്രമാണ്. ഒരു കളി എങ്ങനെയൊക്കെയോ കഷ്ടിച്ച് 200 എത്തി, ഒരു കളി എങ്ങനെയൊക്കെയോ 160 170 അങ്ങോട്ട് എത്തി, ഈ കളി 150 എത്തി. ഇപ്പോൾ ഒരു ബാറ്റിംഗ് ഫസ്റ്റ് ഒരു വീക്ക്നെസ് കാണിക്കുന്നുണ്ടോ എന്നാൽ സംശയമുണ്ട്. പക്ഷേ ഇനി അവരൊരു ലോങ് ബ്രേക്കിന് പോവാണ്. 6 ദിവസം കഴിഞ്ഞിട്ട് ഇനി 7-ാമത്തെ ദിവസം കണ്ടേ ഉള്ളൂ കളി. അത് എനിക്ക് തോന്നുന്നു LSC ആയിട്ടാണ്. അപ്പോഴത്തേക്കിന് ഫിലിപ്പ് സോൾട്ടൊക്കെ തിരിച്ചു വരാനാണ് കൂടുതലും സാധ്യത. അപ്പോഴത്തേക്കിന് ടീം ഒന്നുകൂടെ ഒന്ന് റീസ്ട്രക്ചറായി സെറ്റിൽ ആവും തന്നെയാണ് എൻ്റെ കരുതൽ. ഇപ്പോൾ അതെ. GTയെ സംബന്ധിച്ച് ഇപ്പോഴും അവർ അശോക് ശർമ്മയും ബെത്തലിന്റെ ഫോം തീർച്ചയായിട്ടും RCB ബാധിക്കുന്നുണ്ട്. സോൾട്ട് കൊടുത്തോണ്ടിരുന്ന ഒരു സാധനം ഉണ്ടല്ലോ, ആ സ്റ്റാർട്ട് സാധനം ഇപ്പൊ ബത്തലെ കൊണ്ട് കിട്ടുന്നില്ല. കൊടുക്കാൻ പറ്റുന്നില്ല. അതിലെല്ലാം ഉപരി പറ്റുന്നില്ല. ബത്തൽ ഇന്ന് പ്ലേയിങ് 11 നിന്നിട്ട് ടിം ഡേവിഡിനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതിയായിരുന്നു. കാരണം ബത്തൽ ക്യാൻ ഗിവ് യു അറ്റ്ലീസ്റ്റ് 1 or 2 overs. അങ്ങനെ ഒരു ഫാക്ടർ ഉം. ഇതിനകത്തുണ്ട്. അപ്പോൾ അതും യൂട്ടിലൈസ് ചെയ്യുന്നില്ല എന്നുള്ളതുണ്ട്. ടിം പിന്നെ ഈ പറഞ്ഞിട്ട് ഡേവിഡിന് അവരാ ഫീൽഡിങ് ആ പുള്ളിയുടെ ഹൈറ്റ് ലൈൻ ബൗണ്ടറി ലൈൻസിൽ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഫീൽഡ് ചെയ്യിപ്പിക്കും. അതുകൊണ്ടായിരിക്കണം ടിം ഡേവിഡിനെ ചെയ്യിപ്പിക്കുന്നത്. എനിക്കത് അഭിപ്രായമാണ്. ബാംഗ്ലൂരിന് വെറി ചെയ്യാനായിട്ടുള്ള കാര്യമൊന്നുമില്ല. പക്ഷെ എനിക്ക് തോന്നുന്നു ജിതേഷ് ശർമ്മയുടെ ഫോം, പിന്നെ ടോപ്പിൽ ഈ ബെത്തലിന്റെ ഫോം, ഇതൊക്കെ തന്നെ അവരെ ചെറുതായിട്ടെങ്കിലും ഒന്ന് ഉലയ്ക്കുന്നത്. കാരണം ഒരു റിക്കവറി ഇപ്പൊ 1-2 വിക്കറ്റ് മിഡിൽ ഓവേഴ്സിൽ പോയാലും റിക്കവർ ചെയ്യേണ്ടത് ശരിക്കും പറഞ്ഞാൽ അവിടെ ജിതേഷ് ശർമ്മയും ഒക്കെയാണ്. ഇപ്പൊ ഒരാൾ പൂർണ്ണമായിട്ട് അങ്ങ് ഔട്ട് ഓഫ്, ഇപ്പൊ കഴിഞ്ഞ വർഷം നോക്കുവാണെങ്കിൽ അങ്ങനെ ആരുമില്ല, ഒരു ബാറ്റ്സ്മാൻ പോലും ഇല്ല അങ്ങനെ പൂർണ്ണമായിട്ട് ഔട്ട് ഓഫ് ഫോമിൽ ഔട്ട് നിൽക്കുന്നത്. ഓഫ് ഫോം ആരെങ്കിലുമൊക്കെ എന്നുള്ളത്. ഒരു കളിയിൽ കളിക്കാം. ഈ വർഷം പക്ഷെ കൺസിസ്റ്റന്റ് ആയിട്ട് ജിതേഷ് ശർമ്മ എന്ന് പറഞ്ഞൊരു ബാറ്റ്സ്മാൻ ആ ഒരു പെർഫോമൻസ് തരുന്നില്ല എന്നുള്ളത് ഒരു പണിയാണ് ശരിക്കും പറഞ്ഞാൽ. ഇപ്പം നമുക്ക് നോക്കുമ്പോൾ അങ്ങനെ പറയാം.
അല്ലാതെ ഈ പറഞ്ഞിട്ട് ബ്രേക്ക് എടുത്തിട്ട് വരുമ്പോൾ ഒരു ഫ്രഷ് ആയിട്ടായിരിക്കും വരിക. ഇപ്പം നേരെ മറിച്ച് ജി ടി എടുത്താണെങ്കിൽ ജി ടിന് അടുത്ത് കളിക്കാൻ പോകുന്നത് പഞ്ചാബുമായിട്ടും ആറും ഒക്കെ ആയിട്ടും SRH ആയിട്ടാണ്. ജി ടിക്ക് ഇനി അങ്ങോട്ടുള്ള 3 കളികൾ ടഫായിരിക്കും. നല്ലൊരു കളികൾ ഇനി മുമ്പോട്ട് കാണാമെന്നുള്ള രീതിയിൽ അല്ല നമുക്ക് ജി ടി ക്വാളിഫൈ ആണോന്ന് എനിക്ക് ആഗ്രഹമൊന്നുമില്ല കേട്ടോ. ജി ടി പക്ഷെ ഇന്ന് ബാംഗ്ലൂരിനെ തോൽപ്പിച്ചാൽ ബാക്കിയുള്ള ടീമുകൾക്ക് ഒരു ഓപ്പർച്യൂണിറ്റിയാണ്, ചെന്നൈക്കടക്കം. അപ്പം അതുകൊണ്ട് ഇന്ന് ജി ടി ജയിക്കണമെന്ന് ആഗ്രഹിച്ചെന്നല്ലാതെ ജി ടി ക്വാളിഫൈ ആണോന്നോ ജി ടി കപ്പടിക്കണമെന്നോ എനിക്ക് യാതൊരു ആഗ്രഹമില്ല. പിന്നെ നമ്മൾ പഞ്ചാബോ ഡൽഹിയോ എന്നുള്ളത്, പക്ഷെ എങ്കിലും ചെന്നൈയൊക്കെ വരുവാണെങ്കിൽ കുറച്ചും കൂടി രസമായിരിക്കും. അല്ലാതെ ഇപ്പോൾ ഇൻട്രസ്റ്റിംഗ് ആയിരിക്കും. ഓൾറെഡി ഇപ്പം സീസണിന്റെ പകുതി ആയതേ ഉള്ളൂ, അതിനു മുമ്പ് ടോപ്പ് 4 സെറ്റ് ആവുമെന്ന് പറഞ്ഞാൽ പിന്നെ എന്താണ് ഒരു സുഖമില്ല. നമ്മൾ എത്ര ഫാനാന്ന് പറഞ്ഞാലും കളി IPL നമുക്ക് കാണുമ്പോൾ ഒരു കോമ്പറ്റീഷൻ ഇല്ലെങ്കിൽ പിന്നെ ഒരു രസമില്ലല്ലോ. പിന്നെ ഇപ്പം ടോപ്പിലുള്ള ടീമൊക്കെ ഒന്ന് ഡിപ്പായിട്ട് പിന്നെ തിരിച്ചു കയറി വരട്ടെ, അപ്പൊ ത്രില്ലിംഗ് മാച്ചസ് കുറച്ചും കൂടെ കൂടുതൽ കാണാനായിട്ട് പറ്റുമല്ലോ. ശരിയാണ്. ഇപ്പോൾ ഓവറോൾ നമ്മൾ ഈ മാച്ചിനെ ഇത് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഒരു തോൽവിയുടെ കാരണമെന്ന് RCBയുടെ തോൽവിയുടെ കാരണം ബാറ്റിംഗ് കൊളാപ്സ് തന്നെയായിട്ട് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാമല്ലോ. ബാറ്റിംഗ് അതെ, നമ്മൾ കൊളാപ്സ് ഓൾറെഡി പറഞ്ഞതാണ് ആ GTയുടെ ഗ്രൗണ്ടിൽ GTയുടെ ബോളേഴ്സിനെ ഈസി ആയിട്ട് കാണാൻ പറ്റില്ലെന്നും അവർ ഔട്ട് പെർഫോം ചെയ്യും എന്നുള്ളതും നമ്മൾ ഓൾറെഡി പറഞ്ഞിരുന്നതാണ്. അത് അതേപടി നടന്നു. ആൻ ഓഡ് ഡേ ഫോർ RCB ആൻഡ് എ വെരി വെൽ പെർഫോമൻസ് ഫ്രം GT. അത് റെഗുലർ ഇന്റർവെൽസിൽ അവർ വിക്കറ്റ് ഇട്ടുകൊണ്ടിരുന്നു. റാഷിദ് ഖാന്റെ ബോളിംഗ് സൂപ്പർബായിരുന്നു. ക്രൂഷ്യൽ ആയിട്ടുള്ള 2 വിക്കറ്റ്, ടിം ഡേവിഡിന്റെ വിക്കറ്റും പ്ലസ് പഠിക്കൽ പടിക്കലിന്റെ വിക്കറ്റും. അതുപോലെ ഹോൾഡർ നല്ല രീതിയിൽ കോൺട്രിബ്യൂട്ട് ചെയ്തു. എക്കോണമി നല്ല എക്കോണമി അതിലുപരി കുറച്ച് നല്ല 3 രീതിയിൽ ക്യാച്ച്, ബോളിംഗ് 2 വിക്കറ്റ്, ലൈക്ക് 5 ഡിസ്മസിൽസിൽ മേജർ പാർട്ട് വഹിച്ചു. അതിലും ആ 3 ക്യാച്ചും എടുത്ത് പറയേണ്ടതാണ്, ഇൻക്ലൂഡിങ് പടിദാറിൻ്റെ ക്യാച്ച്, അതേകൂട്ട് തന്നെ ആ 2 മിഡ് വിക്കറ്റിൽ നിന്നുള്ള ക്യാച്ച്. അത് ഹോൾഡർ ആയതുകൊണ്ടാണ് അത് എടുക്കാൻ പറ്റിയത്. ആ 6 ഫുട്ട് 10 എന്നുള്ള ഒരു അഡ്വാൻറ്റേജിലാണ് ആ 2 ക്യാച്ചും എടുക്കാൻ പറ്റിയത്. ടിംഡേവിഡിന്റെ സായി സുദർശൻ നല്ല ക്യാച്ച് എടുത്തു. മൊത്തത്തിൽ GT നന്നായിട്ട് ഫീൽഡ് ചെയ്തു ഇന്ന്, ഇല്ലേ? നന്നായിട്ട് ബോൾ ചെയ്തു. അതിന്റെ ബാറ്റിംഗ് പിന്നെ ടോപ്പ് ഗില്ലും ബട്ട്ലറും നന്നായിട്ട് ബാറ്റ് ചെയ്തു. ബാക്കി അതിനുവേണ്ടിയുള്ള സ്കോർ ഇല്ലായിരുന്നല്ലോ. അപ്പൊ പിന്നെ അതാണ്. ഇനി അടുത്ത മാച്ച് RCBയുടെ അടുത്ത മാച്ച് ആരോടാണ്? LSG ആയിട്ടാണ്. RCBക്ക് ഇനി ഒരു ബ്രേക്കാണ്. അത് കഴിഞ്ഞിട്ട് 6 ദിവസം കഴിഞ്ഞിട്ട് LSG ആയിട്ട്. LSG ആയിട്ട്. GTയുടെ അടുത്ത മാച്ച് പഞ്ചാബായിട്ട്. പഞ്ചാബായിട്ട്. അപ്പൊ അതും ക്രൂഷ്യലാണ്. അതും പഞ്ചാബായിട്ട് തൊട്ട് പുറകെ കളിക്കാൻ പോകുന്നത് RRുമായിട്ട്, അത് കഴിഞ്ഞാൽ കളിക്കാൻ പോകുന്നത് SRHുമായിട്ട്. ഇനി 3 മാച്ചസും GTയെ സംബന്ധിച്ച് ക്രൂഷ്യലാണ്. ഇതെല്ലാം GT ജയിക്കുകയാണെന്നുണ്ടെങ്കിൽ, പക്ഷെ അപ്പൊ ഒരു പ്രശ്നമുണ്ട്, GT ക്വാളിഫൈ ആവും. അതെനിക്ക് GT പിന്നെന്താണ് ഇനി നാളത്തെ മാച്ച്? നമുക്ക് നാളത്തെ മാച്ചിനെ പറ്റി എന്തായാലും ഒരു പ്രിവ്യൂ ചെയ്യാം, ഷോർട്ട് പ്രിവ്യൂ ചെയ്യാം. അപ്പൊ നമുക്ക് ഇന്നിപ്പോ വൈൻഡപ്പ് ചെയ്യാലോ. അപ്പോൾ തീർച്ചയായിട്ടും വീഡിയോ കാണുന്ന ആൾക്കാരുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ പങ്കുവെക്കുക. ആരെങ്കിലും ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ള ആൾക്കാരുണ്ടെങ്കിൽ നമ്മുടെ ഈ കോൺവെർസേഷനിൽ റാൻഡമായിട്ട് ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ള, ഏതെങ്കിലും ടീമിനെ റെപ്രസെന്റ് ചെയ്തുകൊണ്ടോ ഒക്കെ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവരുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമന്റ് ബോക്സിൽ അത് അറിയിക്കാൻ നമ്മൾ കോൺടാക്ട് ചെയ്യാം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി ഇൻട്രസ്റ്റിംഗ് ആവും ഈ ഡിസ്കഷൻ. വേറൊരു പെർസ്പെക്റ്റീവും കൂടെ കിട്ടുവാണെങ്കിൽ നല്ലതായിരിക്കും ഒരു മാച്ച് ചെയ്യുമ്പോഴത്തേക്ക്. സോ അപ്പോൾ നമുക്ക് മറ്റൊരു ക്രിക്കറ്റ് റിലേറ്റഡ് വീഡിയോയിൽ വീണ്ടും കാണുന്നത് വരെ ബൈ. താങ്ക് യു.